ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് മോളി, ഇതെൻ്റെ ഹസ്ബൻഡ് സജി. ഞങ്ങൾ മലപ്പുറം ജില്ലയിലാണ്. പെരിന്തൽമണ്ണ അൽഫോൺസ ഫൊറോനയുടെ അംഗമാണ്. ഞാൻ 2019 മാർച്ച് 5 ആദ്യമായി ഈ ദേവാലയത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. ഈ പരിശുദ്ധമായ ആൾത്താരയിൽ എനിക്കിതെൻ്റെ 8ാമത്തെ സാക്ഷ്യമാണ്. അതിനെന്നെ അനുഗ്രഹിച്ച എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ആദ്യം തന്നെ ഞാൻ നന്ദി പറയുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കാനുള്ളൊരു അവസരം തന്നതിനും നന്ദി പറയുന്നു. എൻ്റെ 19ാമത്തെ പുതുക്കലാണിത്. എൻ്റെ 18ാമത്തെ പുതുക്കലിന് ശേഷം എനിക്ക് കിട്ടിയ 4 അനുഗ്രഹങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതിലാദ്യമായി എനിക്ക് കിട്ടിയത് എൻ്റെ ഹസ്ബൻഡിന് ഒരു കേസുണ്ടായിരുന്നു. അത് 20 വർഷമായിട്ടുള്ള കേസായിരുന്നു. 2005 എൻ്റെ ഹസ്ബൻഡ് ടീച്ചറാണ്. അതിൻ്റെ സർവീസ് സംബന്ധമായ ഒരു കേസായിരുന്നു, വിജിലൻസ് കേസായിരുന്നു. അത് കോഴിക്കോട് വിജിലൻസിലായിരുന്നു അതിൻ്റെ വിചാരണ നടന്നുകൊണ്ടിരുന്നത്. അത് അവിടെ നടക്കും, പിന്നെ അങ്ങോട്ട് മാറ്റും. പിന്നെ അതിന് കഴിഞ്ഞ ശേഷം കുറച്ച് കഴിഞ്ഞപ്പം അത് ഹൈക്കോടതിയിലേക്ക് മാറ്റി. ഹൈക്കോടതിയിൽ ചെന്നപ്പോൾ അത് പറഞ്ഞു, ഇത് ഹൈക്കോടതിയിലുള്ള കേസല്ല, കീഴ്ക്കോടതിയിൽ നിന്ന് തന്നെ തീർപ്പാക്കേണ്ടതാണെന്ന് പറഞ്ഞു. അങ്ങനെ വക്കീൽ ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. എങ്കിൽ ഞാനിവിടെ അത് ഉടമ്പടിയിൽ വെച്ചിരുന്നു. പിന്നെ ജോസഫ് അച്ഛനെ വന്ന് കാണുകയും ചെയ്തിരുന്നു. ഞാൻ അന്നേരം എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടി എടുത്തിട്ടില്ല. എൻ്റെ ഉടമ്പടി പത്രവുമായി ഹസ്ബൻഡ് അച്ഛനെ കാണാൻ വന്നു. അച്ഛൻ തലയിൽ കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, ഉടമ്പടിയിൽ കൂടുതൽ ഒന്നുകൂടെ ഉത്സാഹത്തോടു കൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്താണ് നമുക്ക് അതിൽ കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കിയിട്ട് കൂടുതൽ കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കൂടുതൽ കൂട്ടിക്കൊണ്ട് വന്നു. അങ്ങനെ ഓരോന്നും ഞങ്ങൾ അത് റെക്ടിഫൈ ചെയ്തുകൊണ്ട് വന്നു. അങ്ങനെ ഇരിക്കെ ആ കേസ് എറണാകുളത്ത് നിന്ന് പിന്നെയും അത് കോഴിക്കോട്ടേക്ക് മാറ്റി. അപ്പോൾ ആ ഫയലെല്ലാം എൻ്റെ ഹസ്ബൻഡിൻ്റെ കൈ കിട്ടി. ആ ഹസ്ബൻഡ് ഫയലുമായി വീട്ടിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉണ്ടായിരുന്നു. ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം ആ ഫയലിൽ തേക്കുകയും ഉടമ്പടി ഉപ്പ് ആ ബാഗിൽ ഇടുകയും ചെയ്തു. അതിനുശേഷം വക്കീലിനെ കൊണ്ടു കൊടുത്തു. പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു, ഈ വക്കീലിനെ നമുക്ക് മാറാം, ഈ വക്കീൽ ഇതിൽ നിന്നൊരു തീരുമാനം ഉണ്ടാക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡിൻ്റെ കസിൻ ഒരു വക്കീലാണ്. ആ വക്കീൽ പറഞ്ഞതനുസരിച്ച് വേറൊരു വക്കീലിനെ ഞങ്ങളത് കൊടുക്കുകയും ആ വക്കീൽ ഒരു 2 മാസമായി എടുത്തിട്ടുള്ളൂ ആ കേസ്. അതിനുശേഷം അച്ഛൻ്റെ ഇവിടെ യൂട്യൂബ് ധ്യാനമുണ്ടായിരുന്നു. ഞാൻ എല്ലാ യൂട്യൂബ് ധ്യാനങ്ങളും ലൈവായി കൂടുന്ന ഒരാളാണ്. ആ ധ്യാനത്തിൽ 16/9/2025 അച്ഛൻ ആ ധ്യാനത്തിൽ പറഞ്ഞു, 17 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കാര്യത്തിന് തീരുമാനം ഉണ്ടാകുമെന്ന്. ഞാനും അതുപോലെ തന്നെ മാതാവിനോട് പറഞ്ഞു, അമ്മയെ സെപ്റ്റംബർ 30 മുമ്പായിട്ട് ഈ കേസിന് ഒരു തീരുമാനം അമ്മയാക്കി തരണം ഈശോട് പറഞ്ഞിട്ട്, ഞങ്ങൾക്ക് വേറെ ആരും ഇല്ല സഹായിക്കാൻ എന്ന് പറഞ്ഞു. ആ സെപ്റ്റംബറിലായി വിചാരണ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സെപ്റ്റംബറിൽ 28 ആ കേസ് മാറ്റിവെച്ചു. അത് ഒക്ടോബറിലായിരുന്നു നടക്കേണ്ടത്. ഒക്ടോബറാണ് ഗാന്ധി ജയന്തി, അങ്ങനെ വന്നിട്ട് പിന്നെ നീണ്ടുപോകും. അപ്പം സെപ്റ്റംബർ 28 തന്നെയെന്ന് ജഡ്ജി പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, കേസിന് വിജയിക്കുമെന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഫെയിലായിട്ടുണ്ടെങ്കിൽ സാക്ഷികളെ വേണം. എൻ്റെ ഹസ്ബൻഡ് 2ാം പ്രതിയും അതിൽ അന്നത്തെ HM 1ാം പ്രതിയുമായിരുന്നു. HMന് സാക്ഷികളായിട്ട് ഹസ്ബൻഡും മരുമകനും ഉണ്ടായിരുന്നു, ജാമ്യക്കാരായിട്ട്. എൻ്റെ ഹസ്ബൻഡിന് ജാമ്യക്കാരായിട്ട് ആരെയും കിട്ടിയില്ല. കാരണം ഞങ്ങളുടെ ബ്രദേഴ്സൊന്നും ഇവിടെ ഉള്ളതല്ല, അവർ വിദേശത്താണ്. പിന്നെ ചോദിച്ചിട്ട് ആരെയും കിട്ടിയില്ല. ഞാൻ പറഞ്ഞു, ഈശോയെ വലതു ഭാഗത്തും പരിശുദ്ധ അമ്മയെ ഇടത് ഭാഗത്തും നിർത്തിക്കൊണ്ട് പോക്കോ, അവർ സാക്ഷികളായി നിന്നോളൂ എന്ന് പറഞ്ഞു. അന്നൊരു ബുധനാഴ്ചയായിരുന്നു. എനിക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെല്ലാം തന്നെ ബുധനാഴ്ചയാണ്. കാരണം ഞാൻ ബുധനാഴ്ചയാണ് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നത്. അത് ഞാൻ ഉപവാസത്തിലായിരുന്നു. ഞാൻ അഖണ്ഡ ജപമാല എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ആ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു. ഉച്ചയായപ്പോഴും ഹസ്ബൻഡ് പറഞ്ഞു, ഒന്നും ആയിട്ടില്ല, ഇതുവരെയും വിളിച്ചിട്ടില്ല എന്ന്. 4 മണിയായപ്പോഴും ജഡ്ജി വരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും പേടിയായി. കാരണം ശനി എന്താണ് ആ ജഡ്ജി എന്ന് പറയുന്ന നിയമം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വീഴുകയില്ലാത്ത ഒരാളാണ്. അതിനുശേഷം നിയമം അനുസരിച്ച് മാത്രമേ എന്തും ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇതായി. കാരണം വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിനാണ് ജാമ്യക്കാരും ഇല്ല. പക്ഷേ 4:30 ആയപ്പോഴേക്കും ജഡ്ജി ചേംബറിൽ വന്നിരുന്നു ഉടനെ തന്നെ ജഡ്ജി പറഞ്ഞു, 2 പേരെയും കുറ്റവിമുക്തമാക്കിയിരിക്കുന്നു എന്ന്. അത് വേറെ ആരുമല്ല, പരിശുദ്ധ അമ്മ അവിടെ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള എൻ്റെ പരിശുദ്ധ അമ്മയും ഈശോയും ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ആ കേസിൽ അന്ന് ഞങ്ങളുടെ കേസിന് വെറുതെ വിടാൻ കാരണമായത്. അല്ലെങ്കിൽ അത് പല കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോയാൽ ആ 20 വർഷം ഞങ്ങൾക്ക് പോയതുപോലെ ഇനിയും കുറേ വർഷങ്ങൾ പോകുമായിരുന്നു. പക്ഷേ എൻ്റെ അമ്മ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള സത്യമാൻ തന്നെയാണ്. നമ്മൾ എത്ര
നെഞ്ചുരുകി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ പ്രാർത്ഥന പരിശുദ്ധ അമ്മ കേൾക്കും, ഈശോയോട് പറയും, നമുക്കത് വാങ്ങിച്ചു തരും. അതുപോലെ തന്നെ റോമ 3:4 വിചാരണയിൽ നിങ്ങൾ വിജയിക്കുമെന്നുള്ള ആ വചനവും എനിക്ക് പറഞ്ഞു തന്നു. ഏതൊരു പ്രതിസന്ധി ഉണ്ടെങ്കിലും ഞാനത് വചനം എടുത്ത് വായിക്കും, അത് നമുക്ക് നടത്തി തരുകയും ചെയ്യും. അങ്ങനെ ആ കേസിൽ നിന്നും ഞങ്ങളെ കുറ്റവിമുക്തമാക്കിയതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ രണ്ടാമത്തെ നിയോഗം എന്ന് പറഞ്ഞത്, എൻ്റെ മോള് ലണ്ടനിലാണ്. ഞാൻ മോളിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് പോയതാണ്. 35 ലക്ഷം രൂപ വേണം അവളുടെ ഫീസായിട്ട് അടയ്ക്കാൻ. 27 ലക്ഷം രൂപയെ ഞങ്ങൾ കൊടുത്തിട്ടുള്ളൂ. ബാക്കി 8 ലക്ഷം രൂപ ഉണ്ടാകണം ജനുവരി 31-നുള്ളിൽ. ജനുവരി 27 വരെ ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നുമില്ല. എൻ്റെ ഹസ്ബൻഡ് പലരോടും ചോദിച്ചു, ഹസ്ബൻഡിന് കിട്ടാനുള്ള ആനുകൂല്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചിട്ട് അതും കിട്ടിയില്ല. ഒരു ദിവസമേ പിന്നെ ഉള്ളൂ. 28 ഞാൻ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മയെ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മയല്ലേ, അതുപോലെ ഫിലിപ്പി 4:19, 20, 21 ആ വചനങ്ങൾ ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഓരോ വചനങ്ങളുമാണ് ഞാൻ അതിനുവേണ്ടി ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. അതുപോലെ ജപമാല ചൊല്ലും. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം 28 തീയതിയാണ് ഞങ്ങൾക്ക് ആ 8 ലക്ഷം രൂപയും കിട്ടിയത്. ആ 8 ലക്ഷം രൂപ ഞങ്ങൾക്ക് കിട്ടിയത് പലരുമായി ഞങ്ങൾ സഹായിച്ചു. അതുപോലെ തന്നെ എൻ്റെ മോളുടെ കൂടെ പോയ ടീച്ചർ പൈസ തികഞ്ഞില്ലെങ്കിൽ എന്നോട് പറയണമെന്ന് ഞാൻ വിളിക്കാനിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളങ്ങോട്ട് പറഞ്ഞപ്പം അതും തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് മോളുടെ ഫീസെല്ലാം 8 ലക്ഷം രൂപ ഒരു ദിവസം കൊണ്ടാണ് ഉണ്ടാക്കിയത്. അതും എൻ്റെ പരിശുദ്ധ അമ്മയും ഈശോയും സഹായിച്ചുകൊണ്ട് മാത്രമാണ്, അല്ല ഞങ്ങളുടെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് ഞാൻ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പിന്നീട് ഒരു ടീച്ചറിന് എനിക്ക് കുറച്ച് ഗോൾഡ് എടുത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അത് അവർ നിർബന്ധമായിട്ടും എൻ്റെ മോൾക്ക് വേണ്ടി തന്നാണ്. നിർബന്ധമായിട്ടും എനിക്ക് അന്ന് തന്നെ കിട്ടണം, അതിന് മാറ്റം വരാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ജപമാല ചൊല്ലി മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മയെ എങ്ങനെ ഞാൻ 3-3.5 ലക്ഷം രൂപയോളം ഉണ്ടാക്കണം, എങ്ങനെ ഞാൻ ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അമ്മ എന്നെ ഈശോയോട് പറഞ്ഞു എനിക്കതിനെ സഹായിക്കണം എന്ന് പറഞ്ഞു. ഞാൻ രാത്രി 3 മണിക്ക് എഴുന്നേറ്റ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. അങ്ങനെ 21 ദിവസം ചൊല്ലി പ്രാർത്ഥിച്ചു. 15-ാമത്തെ ദിവസം എനിക്കൊരു പേര് പറഞ്ഞു തന്നു, ഇന്ന ആളോട് ചോദിക്കാൻ. ആ പേര് ഉള്ള ആൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് ഇന്ന ആളോട് ചോദിച്ചാലോ എന്ന്. അവരോട് പിറ്റേ ദിവസം തന്നെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ കുറച്ച് ഫണ്ടുണ്ട്, അത് ഞാൻ FD ഇട്ടേക്കുകയാണ്, പിന്നെ കുറച്ച് ഗോൾഡുണ്ട്, അത് തരാമെന്ന്. അങ്ങനെ തന്ന് അതും എന്നെ ഈശോയും അമ്മയും സഹായിച്ച് അതേ നാണക്കേടിൽ നിന്നും എന്നെ രക്ഷിച്ചു. പിന്നീട് ഞങ്ങളുടെ ഒരു കാറുണ്ടായിരുന്നു. ആ കാറ് ഞങ്ങൾക്ക് പ്ലഡ്ജിന് വെച്ചിരിക്കുകയായിരുന്നു. അതെടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. അപ്പോൾ ഞാൻ എന്നും അമ്മയോട് പറയും, ഞങ്ങൾക്ക് എല്ലാ ദിവസവും പള്ളിയിൽ പോകുമ്പോൾ ഒരു ദിവസം പോലും മുടക്കാറില്ല. അപ്പോൾ പള്ളിയിൽ പോകണമെങ്കിൽ ഞങ്ങൾക്ക് കാറ് വേണം. അതിനുവേണ്ടി മാത്രമാണ്, വേറെ എവിടെ പോകാനും എനിക്ക് കാറില്ലെങ്കിലും കുഴപ്പമില്ല. പള്ളിയിൽ പോകാൻ രാവിലെയാണ്, സമയം അല്ലെങ്കിൽ വൈകും, ഞങ്ങൾക്ക് പള്ളിയിലെത്താൻ കഴിയില്ല. അപ്പോൾ അതും പ്രാർത്ഥിച്ച് അതും എൻ്റെ പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നു. അപ്പോൾ നമ്മുടെ കഴിവോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദാനമാണ് എല്ലാം. അങ്ങനെ ഓരോ വചനങ്ങൾ, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവാൻ അവൾ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും. അങ്ങനെ 1 പത്രോസ് 5:6 ഈ വചനമെല്ലാം ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ജപമാല ചെല്ലുന്നതിന് എനിക്കൊരു മടിയുമില്ല, എത്ര വേണേലും ജപമാല ചെല്ലും. പിന്നീട് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ 4-5 കെട്ട് പത്രം മേടിച്ചുകൊണ്ട് പോകും. ആ പത്രം വാങ്ങിച്ചുകൊണ്ട് പോയെന്നാൽ ഞാൻ ജപമാല ചൊല്ലും, ഞാൻ അത് വായിക്കും. പിന്നീട് ഞാൻ എന്നും വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം ആ ഓരോ പത്രത്തിലും തേക്കും. ഞാൻ പറഞ്ഞു, അമ്മ ഈശോയെ, ഇതറിയുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ സാക്ഷികളായി മാറ്റണേ. ആരെങ്കിലും ഒരാളെങ്കിലും ഇതിൽ ഈശോയെ അറിയാൻ ആഴപ്പെടുത്താനും ഇടയായിട്ടുണ്ടെങ്കിൽ അതിന് ഞാനൊരു സാക്ഷിയാകുമല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. പിന്നീട് ഞാൻ നേർന്നായിരുന്നു കേസിൽ വിജയിച്ച എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കാമെന്ന്. ഹസ്ബൻഡ് കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഉടമ്പടി എടുത്തു, ഇപ്പോൾ ഉടമ്പടി പുതുക്കുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും, കുർബാന മുടക്കാറില്ല. 2 ആഴ്ചയുള്ള കുമ്പസാരം അത് കറക്റ്റായിട്ട് ചെയ്യാറുണ്ട്. അരമണിക്കൂർ ബൈബിൾ വായന അത് ഇതുവരെയും മുടങ്ങിയിട്ടില്ല. പിന്നെ ഈശോയോടുള്ള സ്വന്തമായിട്ടുള്ള പ്രാർത്ഥനകൾ ഏത് നേരവും ഈശോയോട് തന്നെയാണ്, മാതാവിനോടും ഈശോയോടുമാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും ഞാൻ എൻ്റെ സ്റ്റാറ്റസായി ഇടും. ഞാനൊരു ബ്യൂട്ടി തെറാപ്പിസ്റ്റാണ്. അപ്പോൾ ചിലർ പറയും മാഡത്തിൻ്റെ സ്റ്റാറ്റസ് കണ്ടിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഞാൻ അത് പറയും. പിന്നെ വരുന്നവരോടൊക്കെ ഞാൻ ഈശോയെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും പറയും. പിന്നെ മാതാവിൻ്റെ ഞാൻ പ്രത്യക്ഷീകരണത്തിൻ്റെ 100 കോപ്പി, അത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതിയതും മാതാവിൻ്റെ ഒരു ഫോട്ടോ ഉള്ള 100 കോപ്പി അച്ചടിച്ച് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ വിതരണം ചെയ്തു. പിന്നെയായിട്ട് ഞങ്ങൾ ഓൾഡ് ഏജ് ഹോമിൽ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്യുന്നത്,
ഓൾഡേജ് ഹോമുകളിൽ പോകും, അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യും, അവരോട് കുറച്ച് സംസാരിക്കും, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഉപകാരങ്ങൾ അവർക്ക് ചെയ്യും. ഞാൻ പോകുന്ന വഴിക്ക് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചെന്നാൽ ഇപ്പം നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാരുണ്യ പ്രവർത്തികളെല്ലാം ചെയ്യും. പിന്നെ ആത്മീയമായിട്ടും ഒരുപാട് വളർന്നു. പിന്നെ കുറച്ച് എന്ന് വെച്ചാൽ എല്ലാത്തിലും നമുക്ക് എളിമയോടുകൂടി ജീവിക്കാൻ പറ്റുന്നുണ്ട്. എന്നുവെച്ചാൽ ഒന്നും നമ്മുടെ കഴിവല്ല, ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ദാനം എന്ന് എപ്പോഴുള്ള ആ ഒരു ചിന്ത എന്നതിലുണ്ടായിട്ടുണ്ട്. പിന്നെ ഏത് നേരവും ഞാൻ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകണമെന്നാണ് എൻ്റെ ഒന്നാമത്തെ നിയോഗം എഴുതുന്നത്. അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ അംഗീകരിക്കുകയും ചെയ്യണം. ഇതൊക്കെയാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. പിന്നെ അഖണ്ഡ ജപമാല ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അത് ഞങ്ങൾ മാസത്തിലൊരിക്കലും എല്ലാവരും കൂടിയിട്ട്, കുറച്ച് പേരുണ്ട് അത് കൂടിയിട്ട് ജപമാല ചെല്ലാറുണ്ട്. അങ്ങനെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയെ മഹത്വപ്പെടുത്തി ജീവിക്കണമെന്ന ഇനിയുമുള്ള കാര്യങ്ങൾ ഇപ്പം ഞാൻ 7 വർഷമായി ഈ ഉടമ്പടിയിൽ തന്നെ നിലനിൽക്കുന്നു. ഒരു ദിവസം പോലും എനിക്ക് ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയോ മുടക്കാറില്ല ഞാൻ. അതുപോലെ വലിയ പങ്കാളിത്തം, പിന്നെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ യൂട്യൂബിലുള്ള അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം, ഇതൊക്കെ എനിക്ക് അന്നേരം തന്നെ കാണണം. അതിലാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത് തന്നെ. ജീവിതാവസാനം വരെ ഈ ഉടമ്പടിയിൽ തുടരണം എന്ന് തന്നെയാണ് എൻ്റെ കുടുംബത്തിൻ്റെ ആഗ്രഹം. പരിശുദ്ധ അമ്മയും ഈശോയും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ ഹസ്ബൻഡിന് കൊടുക്കാൻ ഒന്ന് നന്ദി പറയാനായിട്ട്. ഈശോയ്ക്കും പരിശുദ്ധ മാതാവിനും 1000 നന്ദി. 12/11/25 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം എനിക്കും എൻ്റെ കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകം ഞാൻ നന്ദി പറയുകയാണ്. ആത്മീയമായി പ്രാർത്ഥനാ ജീവിതത്തിൽ കൂടുതൽ ഉയരുവാനും കൂടുതൽ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തുവാനും എനിക്ക് സാധിക്കുന്നുണ്ട്. അതിലും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു. അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. സങ്കീർത്തനം 139 5-ാം വചനമാണ്. പിന്നിലും മുൻപിലും നമ്മുടെ കഴിഞ്ഞ കാലത്തും വർത്തമാനകാലത്തും വരാനിരിക്കുന്ന കാലത്തുമെല്ലാം ദൈവത്തിൻ്റെ കരുതലിലാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യവും സംരക്ഷണവും വളരെ സ്നേഹപൂർവ്വം നമ്മോട് കൂടെയുണ്ട് എന്നാണ് ഓരോ ഉടമ്പടി മക്കളും ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മുടെ മേലുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹവും സംരക്ഷണവും നമ്മുടെ മേലുണ്ട്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നാം ഇത് തന്നെയാണ് കാണുന്നത്. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിലാവട്ടെ എന്നാണ് ലൂക്കായുടെ സുവിശേഷം 1-ാം വചനം പറയുന്നത്. ഉടമ്പടി മക്കൾക്ക് ഒരിക്കലും ലജ്ജിക്കപ്പെടുവാനുള്ള കാരണം കൊടുക്കാറില്ല. ഈശോയമ്മയെ ചേർന്ന് നിന്ന് ഇവിടെ ഓരോ കാര്യങ്ങളും നടത്തി കൊടുക്കുന്നതായിട്ടാണ് നാം ഓരോ സാക്ഷ്യത്തിലും നാം കാണുന്നത്. വീണ്ടും പറയുകയാണ്, ഒരുപക്ഷെ ഇവരുടെ ആത്മീയ ജീവിതത്തിലുള്ള ആസ്തിയാവാം. ഇവർക്ക് നല്ലൊരു ഡിപ്പോസിറ്റ് ഉണ്ട്. 19 പ്രാവശ്യം പുതുക്കിയ ഒരു ഉടമ്പടി ജീവിതമാണ്. 7 വർഷമുള്ള ഉടമ്പടി ജീവിതം. ഇവരുടെ ഡിപ്പോസിറ്റിൻ്റെ കാരണം മാത്രം, ആത്മീയതയുടെ ഒരു ഡിപ്പോസിറ്റിൽ നിന്നായിരിക്കാം ഇവർക്കുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്. പിന്നീട് ഈ മകൾ പറഞ്ഞ ഗോൾഡ് കൊടുക്കാനുണ്ടായിരുന്നു. അതും ഇതുപോലെ തന്നെയാണ്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇടപെട്ട് ഈശോയും അമ്മയും കൂടെ നടത്തി കൊടുക്കുകയായിരുന്നു. കാർ പ്ലഡ്ജും അതുപോലെ തന്നെ പള്ളിയിൽ പോകാനുള്ള ഒരാഗ്രഹമായിരുന്നു, അത് നടത്തി കൊടുത്തു. ഇവിടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും 8 പ്രാവശ്യം ഉടമ്പടി സാക്ഷ്യങ്ങൾ പറഞ്ഞെങ്കിൽ അത് ഈശോയുടെ അമ്മയുടെയും സ്നേഹവും വാത്സല്യവും കരുണയും അനുഭവിച്ചറിഞ്ഞ മക്കളാണ് ഇവരെന്ന് നമുക്ക് തീർച്ചപ്പെടുത്താവുന്നതാണ്. അത് ഉടമ്പടി പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ്. 8 പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞെങ്കിൽ ഈശോയും അമ്മയും ഇവരുടെ കൂടെ ഇവിടെ കരം പിടിച്ച് ഇവരെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഉടമ്പടിയുടെ ഒരു നല്ലൊരു സാക്ഷികളായിട്ടാണ്, പ്രത്യക്ഷീകരണത്തിലൊരു നല്ല സാക്ഷികളായിട്ടാണ് ഇവരിന്ന് വിശ്വസ്തതയുടെ ഭക്തിയോടെ ഇന്ന് ഈ ആലയത്തിൽ പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ വന്ന് നിൽക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ എന്തു തന്നെയാവാം, മുൻപിലും പിൻപിലും നമ്മളെ കരുതുന്ന, നമ്മൾക്ക് കാവൽ നിൽക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ ഉടമ്പടി ജീവിതത്തിലും പ്രതിസന്ധികളും ബുദ്ധിമുട്ടും ഉണ്ടായാലും അതിലൊന്നും തളരാതെ നമുക്കും വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. ഈശോയും അമ്മയും നമ്മുടെ കൂടെയുണ്ട്. അവിടുത്തെ കരം നമ്മുടെ മേലുണ്ട് എന്ന വിശ്വാസത്തോടെ നമ്മുടെ ഉടമ്പടി ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. മോളിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.